ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റിലെ 11ാമത്തെ ചാപ്റ്ററാണ്. ഡിപ്പാർട്ട്മെൻറ്റേഷൻ ആൻഡ് ഫോം ഓഫ് അതോറിറ്റി ആൻഡ് റിലേഷൻഷിപ്പ്. നമുക്കറിയാൻ പറ്റും, നമ്മളൊരു ചെറിയ ബിസിനസ് ആയിരിക്കും ചിലപ്പോൾ ഒരു ബിസിനസ് ഒരു കമ്പനിയൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഒരു ചെറിയ ബിസിനസ്സിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ആ ബിസിനസ്സിൻ്റെ ഓണർ മാത്രമായിട്ടായിരിക്കും. ചിലപ്പോൾ ഒറ്റ ഓണർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അയാൾ തന്നെ ആയിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. അവിടുത്തെ സെയിൽസ് ഹാൻഡിൽ ചെയ്യുന്നത്, പർച്ചേസ് ഹാൻഡിൽ ചെയ്യുന്നത്, ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, മറ്റെല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഒരു സിംഗിൾ പേഴ്സൺ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഗ്രോസറി ഷോപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പം ഇങ്ങനെ ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക്, അയാളൊരു സൂപ്പർ മാർക്കറ്റ് ലെവലിലേക്ക് ഉയർത്തിയത്, ആ ഒരു ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്തു. ഇനിയും അയാൾക്ക് എന്ത് ചെയ്യും? അയാൾക്ക് ഒറ്റയ്ക്ക് ആ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം എന്താണ്? ഒരു ചെറിയ ഷോപ്പായിരുന്നപ്പോൾ, ഒരു ഗ്രോസറി ഷോപ്പായിരുന്നപ്പോൾ ചെറിയ ആക്ടിവിറ്റീസ്, കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ ചെറിയ എമൗണ്ടിൻ്റെ സെയിൽസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അയാൾക്ക് തന്നെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ അവിടുത്തെ സെയിൽസ് ആയിക്കോട്ടെ, പർച്ചേസ് ആയിക്കോട്ടെ, മറ്റ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, സ്റ്റാഫിംഗ് ആയിക്കോട്ടെ, HR ആയിക്കോട്ടെ, ഫൈനാൻസിങ് ആയിക്കോട്ടെ, എല്ലാ ആക്ടിവിറ്റീസും ഒരാളെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നാൽ ബിസിനസ് ഇങ്ങനെ വളർന്ന് എക്സ്പാൻഡായി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു കമ്പനി ഫോമിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് മാത്രം എല്ലാ ആക്ടിവിറ്റീസും ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകളെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ടോട്ടൽ ബിസിനസ് ആക്ടിവിറ്റീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ സെയിൽസ് നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പർച്ചേസ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫൈനാൻസ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. HR ആക്ടിവിറ്റീസ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇനി മാനുഫാക്ചറിങ്ങിൻ്റെ കേസിൽ വരികയാണെങ്കിൽ പ്രൊഡക്ഷൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. വെയർ ഹൗസിങ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇങ്ങനെ ടോട്ടൽ ബിസിനസ് ആക്ടിവിറ്റീസിനെ നമ്മൾ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുക? ഒരേപോലത്തെ ആക്ടിവിറ്റീസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ സമയത്തും പർച്ചേസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ സമയത്തും പ്രൊഡക്ഷൻ മാത്രമായിരിക്കും ഹാൻഡിൽ ചെയ്യുക. ഇങ്ങനെ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ടോട്ടൽ ബിസിനസ് ആക്ടിവിറ്റി ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നതിനാണ് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ എന്ന് പറയാം. ഇനി എന്തിനാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ചെയ്യുന്നത്? ഒന്ന്, സ്പെഷ്യലൈസേഷൻ ബെനിഫിറ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ടോട്ടൽ ബിസിനസ്സിന് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷനാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ എന്നുള്ള ആൾക്കാർ, ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ ആ പ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവരെ സ്കില്ല്, അവരെ എക്സ്പെർട്ടൈസ് ഒക്കെ ആ ഒരു ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ബിസിനസ്സിന് കിട്ടും. കാരണം എന്താണ്? അത്ര എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരാണ് ആ ഒരു ടാസ്ക് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ റോൾ സ്പെസിഫിക്കേഷൻ, അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഓരോ എംപ്ലോയീസിനും അയാൾക്ക് എന്താണ് ബിസിനസ്സിൽ ചെയ്യാനുള്ളതെന്ന് അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ചെയ്തിട്ട് ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ട് ആക്ടിവിറ്റി അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ എംപ്ലോയീസിനും, ഏത് എംപ്ലോയിക്ക് എടുത്തു കഴിഞ്ഞാലും അയാൾക്ക് എന്ത് റോളാണ് കമ്പനിയിലുള്ളത് എന്നുള്ളത് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതായത് ഒരു ടോട്ടൽ ബിസിനസ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, വിൽക്കുക, ഈ ഒരു ആക്ടിവിറ്റീസ് നമ്മളിങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ ആക്ടിവിറ്റീസിനും കൂടുതൽ കൺട്രോൾ ചെയ്യാനും, ഏത് ആക്ടിവിറ്റീസിലാണ് എന്തെങ്കിലും ലാക്ക് ഉള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യത്. പിന്നെ ലോയാലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും? അവർക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സിൻ്റെ പ്രയോറിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു അക്കൗണ്ടബിലിറ്റിയും ഒരു ലോയാലിറ്റി ഒക്കെ ഓരോ ആക്ടിവിറ്റീസിനും വരും. പിന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്ക്, അതായത് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ ബിസിനസ്സിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം എന്താണ്? ആ ഡിപ്പാർട്ട്മെൻറ്റിലെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ഉള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് സ്റ്റോർ റിലേറ്റഡ് ഇൻഫർമേഷൻ വേണം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിൻ്റെ ലാസ്റ്റ് 6 മന്ത് മൂവ്മെൻറ്റ് വേണം. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഡാറ്റ നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റുക? നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരാളോടും ചോദിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് ലാസ്റ്റ് 6 മന്തിൽ അല്ലെങ്കിൽ ലാസ്റ്റ് 3 മന്തിൽ അല്ലെങ്കിൽ ലാസ്റ്റ് 1 ഇയറിൽ എത്ര ക്വാണ്ടിറ്റി മൂവ് ആയിട്ടുണ്ട്, എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര ക്വാണ്ടിറ്റി മൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ സ്പെസിഫിക് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടാനും അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യും. ഇനി ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ്റെ കുറച്ച് ബേസുകളാണ് നോക്കുക. അതായത് എന്തിൻ്റെ ബേസിലാണ് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ചെയ്യുക എന്നുള്ളത്. ഒന്നാമത്തെ, ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ബൈ ഫംഗ്ഷൻ. നമ്മൾ ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ,
ഇപ്പോൾ പ്രൊഡക്ഷൻ ഒരു ഫംഗ്ഷനാണ്, അതിനൊരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി. മാർക്കറ്റിംഗ് മറ്റൊരു ഫംഗ്ഷനാണ്, അതിന് മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി. ഫൈനാൻസ് മറ്റൊരു ഫംഗ്ഷനാണ്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആക്കി. അല്ലെങ്കിൽ HR പേഴ്സണൽ അതൊരു ഫംഗ്ഷനാണ്, അതിനൊരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി. അപ്പോൾ തന്നെ പ്രൊക്യൂർമെൻറ്റ് ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ പർച്ചേസ് ഒരു ഫംഗ്ഷനാണ്, അതിനൊരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയല്ല, ഇപ്പോൾ മെയിൻ്റനൻസ് ഒരു ഫംഗ്ഷനാണ്, അതിനൊരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി. ഇങ്ങനെ ഫങ്ഷണൽ ബേസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, കോർ ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ ഫംഗ്ഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ എക്സാമ്പിൾ എടുക്കണം നമ്മൾ. അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെ ആയിരിക്കും? അതിന് മാനുഫാക്ചറിങ് ഡിവിഷൻ ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിവിഷൻ ഉണ്ടാവും, അപ്പോൾ തന്നെ ഫൈനാൻസ് ഡിവിഷൻ ഉണ്ടാവും. ഇങ്ങനെ ഓരോ ഡിവിഷൻ ഉണ്ടാവും. അപ്പോൾ മാനുഫാക്ചറിങ് ഡിവിഷൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? ആ വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. മാർക്കറ്റിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെ ആയിരിക്കും? ഈ മാനുഫാക്ചറിങ് ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത വെഹിക്കിൾ സെല്ല് ചെയ്യുക, അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. എന്നാൽ ഫൈനാൻസിങ്ങിൻ്റെ എന്തായിരിക്കും? അടുത്ത റെക്കോർഡ് കീപ്പിംഗ്, ബുക്ക് കീപ്പിംഗ്, ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ്, ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഇതൊക്കെ ആയിരിക്കും ഫൈനാൻസ് ഡിവിഷൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇനി ഒരു ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്താക്കാം? ഒന്ന് ഹൈലി ലോജിക്കലാണ്. കാരണം എന്താണ്? ഓരോ ഫംഗ്ഷനും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കാനും അതുകൊണ്ട് തന്നെ ആ ഓരോ ഫംഗ്ഷനും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാനും ഈ ഒരു ഡിവിഷൻ നമ്മളെ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ്? എൻഷുർ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് മാൻ പവർ, അതുപോലെ തന്നെ അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട്, സിംപ്ലിഫൈഡ് എക്സിക്യൂട്ടീവ് ഡെലിഗേഷൻ. ഇതൊക്കെ നമുക്കെന്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാനേജേഴ്സ് ചിന്തിക്കുക എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ മാത്രം ഞാൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് മാത്രം ഞാൻ നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഒരു ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അയാൾ വിചാരിക്കുകയാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുക മാത്രമേ ഉള്ളൂ, സെല്ല് ചെയ്യലിപ്പോൾ അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ എന്ത് സെല്ല് ചെയ്താലും എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും അവർ സെല്ല് ചെയ്യണം എന്നുള്ളൊരു തിങ്കിങ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അല്ലെങ്കിൽ ഒരു നാരോ അല്ലെങ്കിൽ ഫങ്ഷണൽ സ്പ്ലിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് എൻ്റെ റെസ്പോൺസിബിലിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഈ പ്രൊഡക്ഷന്, സെയിൽസ്, പർച്ചേസ് ഇതൊക്കെ എല്ലാം ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു ഫങ്ഷണൽ ഡിവിഷന് ഈ ഒരു നാരോ തിങ്കിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. പിന്നെ അടുത്തൊരു ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ബൈ പ്രൊഡക്റ്റ് ആണ്. അതായത് പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ചെയ്യുക. അതായത് ഒരു കമ്പനി മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ITസിൻ്റെ എക്സാമ്പിൾ എടുക്കാം. അവർ ഒരുപാട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് FMCG ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, പേപ്പർ ബാഗ്സ്, പേപ്പർ ബോർഡ്സ് ഉണ്ട്, അഗ്രി ബിസിനസ് ഉണ്ട്. അതായത് ഇങ്ങനെ അവർക്ക് തന്നെ ആ ഒരു സെയിം ഗ്രൂപ്പിന് തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഓരോ പ്രൊഡക്റ്റിനെയും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു കേസിൽ ഈ FMCGന് ഒരു കാറ്റഗറിയാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റാണത്. ഹോട്ടൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്, പേപ്പർ ബോർഡ്സ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്, അഗ്രി ബിസിനസ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് കാറ്റഗറിൻ്റെ ബേസിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്താണ്? റെഡ്യൂസ് ക്രോസ് ഫങ്ഷണൽ ബോട്ടിൽനെക്ക്. അതായത് ക്രോസ് ഫങ്ഷണൽ ആയിട്ടുള്ള ബോട്ടിൽനെക്ക് റെഡ്യൂസ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ FMCGൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. FMCGയിൽ വരുന്ന എല്ലാ ഫംഗ്ഷൻസും ആ ഒരു FMCG എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ FMCGൻ്റെ അണ്ടറിൽ വരുന്ന ഫൈനാൻസ് ആയിക്കോട്ടെ, പ്രൊക്യൂർമെൻറ്റ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, HR ആയിക്കോട്ടെ, എന്ത് ഫംഗ്ഷൻ ആയാലും അവർ തമ്മിലുള്ള കൊളാബറേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഡിവിഷണൽ മാനേജേഴ്സും അവരെ പ്രൊഡക്റ്റ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രദ്ധിക്കും. അത് ഓവറോൾ ബിസിനസ് ഗ്രൂപ്പിൻ്റെ പെർഫോമൻസിനെയും നന്നായിട്ട് ബാധിക്കും. ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കേസ് എടുക്കുക, ഈ ഒരു സെയിം കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ FMCGയിൽ നമുക്ക് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, പ്രൊക്യൂർമെൻറ്റ് ഉണ്ടാവും. ഹോട്ടൽസ് എടുത്ത് നോക്കിയാൽ അവിടെ ഉണ്ടാവും നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, പർച്ചേസ് ഉണ്ടാവും. ഇനി പേപ്പർ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും പർച്ചേസ് ഉണ്ടാവും, വെയർ ഹൗസിംഗ് ഉണ്ടാവും. ഇങ്ങനെ ഓരോ ഡിവിഷനിലും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ ഫങ്ഷൻസ് റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു സെൻട്രലായിട്ട് ഒരു ഇത് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ഈ എല്ലാ ഫംഗ്ഷനും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടി വരും.
എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് ഫൈനാൻസ് എന്നുള്ള ഫംഗ്ഷൻ വേണ്ടി വരും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് പ്രൊക്യൂർമെൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ വേണ്ടി വരും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് സെയിൽസ് എന്നുള്ള ഫംഗ്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വർക്ക് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡല് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. കാരണം എല്ലാ ഡിവിഷനിലും ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓപ്പറേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കൂടുതലായിരിക്കും ഈ ഒരു മോഡലിന്. ഇനി അടുത്തൊരു മോഡലാണ് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ബൈ ടെറിറ്ററി. ഇതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് LIC. നമുക്കറിയാം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതായത് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവർക്ക് ഓരോ ടെറിറ്ററിയിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നോർത്തേൺ സോൺ ഡൽഹി, ഈസ്റ്റേൺ കൊൽക്കത്ത, വെസ്റ്റേൺ മുംബൈ, സെൻട്രൽ കാൺപൂർ, സൗത്തേൺ സോൺ ചെന്നൈ. ഇങ്ങനെ ഓരോ ടെറിറ്ററിയിലേക്കും അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു വലിയ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനിൽ സ്പ്രെഡായി കിടക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു മെത്തേഡും കൂടെയാണ് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ബൈ ടെറിറ്ററി. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, അതായത് ലോക്കൽ മാർക്കറ്റ് നോളജ് കൂടുതലായിട്ടും. കാരണം ഓരോ ടെറിറ്ററിയിലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് മാനേജേഴ്സും സ്പെസിഫിക് ആയിട്ട് ബിസിനസ് ഫങ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ലോക്കൽ മാർക്കറ്റ് നോളജ് ബിസിനസ്സിലേക്ക് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ അക്കോമഡേറ്റ് ലോക്കൽ കൾച്ചർ ആൻഡ് ലാംഗ്വേജ്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തും ഓരോ കൾച്ചറാണ്. ഇങ്ങനെ ഈ ടെറിറ്ററി വൈസ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ ഭാഗത്തേക്കും ആ ഒരു കൾച്ചറിന് മാച്ച് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എംപ്ലോയീസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനും, അതുകൊണ്ട് തന്നെ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് പോകാനും ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ ജിയോഗ്രാഫിക്കൽ ഏരിയയിലേക്കും ഓരോരുത്തരെ അപ്പോയിന്റ് ചെയ്യുന്ന കൊണ്ട് കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. കാരണം എന്താണ്, ഓരോ ഏരിയയിലും ആ ഏരിയയിലെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാനുള്ള ആൾക്കാരെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് ട്രാവൽ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവായിരിക്കും ഈ ഒരു കേസിൽ. എന്നാൽ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസും കൂടെ ഉണ്ട്. നമുക്ക് ഓരോ ടെറിട്ടറിയിലും നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ്, ഓഫീസുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ചിലപ്പോൾ ഓരോ ടെറിറ്ററിയും ഓരോ രീതിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം കോർപ്പറേറ്റ് കൺട്രോൾ, അതായത് മൊത്തത്തിലായിട്ട് കമ്പനിക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ബൈ ടെറിറ്ററി എന്ന് പറയുക. അതായത് ജിയോഗ്രഫിക്കൽ ടെറിറ്ററി ഡിവൈഡ് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ബൈ കസ്റ്റമർ, അതായത് കസ്റ്റമർ ബേസിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതിന് ക്ലാസിക്കൽ എക്സാമ്പിളാണ് ബാങ്കുകൾ നമുക്കറിയാൻ പറ്റും. പേഴ്സണൽ ബാങ്കിങ് ഡീൽ ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് ഡിവിഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിങ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബാങ്കിങ് ഡീൽ ചെയ്യുന്നത് മറ്റൊരു ഡിവിഷൻ ആയിരിക്കും. നമുക്ക് നോർമലി ബാങ്കുകളിലൊക്കെ അത് പോയാൽ അറിയാൻ പറ്റും. നമ്മൾ ഇൻ പേഴ്സണലായിട്ട് ചെന്ന് എന്തെങ്കിലും ബാങ്കിങ് ആവശ്യത്തിന് അവരെ സമീപിച്ചാൽ അവർ ഹാൻഡിൽ ചെയ്യുന്നത്, നമുക്കുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റും, എന്നാൽ കോർപ്പറേറ്റ് ഒരു കമ്പനി ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ അവരെ ബാങ്കിങ് ഹാൻഡിൽ ചെയ്യുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും റിക്വയർമെൻറ്റ് വ്യത്യസ്തമായിരിക്കും. പേഴ്സണലായിട്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളെ ആവശ്യവും, എന്നാൽ ഒരു കമ്പനിയിൽ നിന്ന് കോർപ്പറേറ്റ് ആവശ്യത്തിന് ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെ ആവശ്യവും രണ്ടും വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ ഡോക്യുമെൻ്റ് റിക്വയർമെൻറ്റ് വ്യത്യസ്തമായിരിക്കും. കസ്റ്റമറെ ട്രീറ്റ് ചെയ്യേണ്ട രീതി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കസ്റ്റമർ വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഒന്ന്, ഡീപ്ലി കസ്റ്റമർ സെൻട്രിക് ആണ്. അതായത് കസ്റ്റമർ ആവശ്യം എന്താണോ അത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു കേസിൽ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അലോ ടാർഗറ്റഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഒന്നും കൂടെ എഫക്റ്റീവായിട്ട് ഈ ഒരു ഡിവിഷനിൽ, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റൈസേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഓരോ കസ്റ്റമറും ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സെപ്പറേറ്റ് ടീം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ എക്സാക്റ്റ് റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടാർഗറ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്നാൽ, പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് എൻഡിൽ മാത്രമാണ് ഈ രണ്ട് സെപ്പറേറ്റ് ഡിവിഷൻസ് ഉണ്ടാവുക. എന്നാൽ ബാക്ക് എൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്, ഇപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ കേസിൽ പറഞ്ഞു, ഇപ്പോൾ മറ്റെന്തെങ്കിലും ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇപ്പോൾ ബാക്ക് എൻഡിൽ സെയിം ആയിരിക്കും. ഈ ഫ്രണ്ട് എൻഡിലായിരിക്കും നമുക്ക് രണ്ട് ഡിവിഷൻസ് ഉണ്ടാവും. ഒന്ന്, നമ്മൾ കസ്റ്റമർ എ എന്നുള്ള ഗ്രൂപ്പിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ഡിവിഷനും കസ്റ്റമർ ബി എന്നുള്ള ഗ്രൂപ്പിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ഡിവിഷനും. എന്നാൽ ബാക്ക് എൻഡിൽ ഇത്
ചിലപ്പോൾ ഒന്നായിരിക്കും. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ബാങ്കിൻ്റെ ഒരു കോർപ്പറേറ്റ് ഡിസിഷൻ ഉണ്ട്, ഈ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ നമ്മൾ ടോട്ടൽ ടാർഗറ്റ് കൊടുക്കേണ്ട ലോൺ കൊടുക്കേണ്ട ടാർഗറ്റ് ഇത്രയാണ്. ഇതാണ് നമ്മളെ ബാങ്കിൻ്റെ ടാർഗറ്റ്, കോർപ്പറേറ്റ് ടാർഗറ്റ് ആണിത്. അപ്പോൾ ഈ ഒരു ബിസിനസ് കേസിൽ ഇപ്പോൾ ഈ കൺസ്യൂമർ നോർമൽ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യുന്ന, പേഴ്സണൽ ബാങ്കിങ്ങിനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ അവരെ ഫോക്കസ് ചെയ്തിട്ട് ലോൺ കൊടുക്കാൻ ശ്രമിക്കും. എന്നാൽ ബിസിനസ്സിനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബാങ്കിങ്ങിനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ അതിനെ ഫോക്കസ് ചെയ്തിട്ട് ലോൺ കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള കോർഡിനേഷൻ ചിലപ്പോൾ മിസ്സാവാനും നമ്മളെ ഓവറോൾ കമ്പനീൻ്റെ ടാർഗറ്റ് മിസ്സാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു ഡിപ്പാർട്ട്മെന്റൈസേഷൻ ആണ്, ഡിപ്പാർട്ട്മെന്റൈസേഷൻ ബൈ പ്രോസസ് ഓർ എക്യുപ്മെന്റ്. അതായത് ചില കേസിൽ ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ അല്ലെങ്കിൽ മിൽസിൻ്റെ ഒക്കെ കേസിൽ എടുക്കുക, അവരെന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറി മാത്രമായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിൻ്റെ ബേസിലായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ചെയ്തിട്ടുണ്ടാവുക. അതായത് ഈ ഒരു കേസിൽ ഇതിപ്പോൾ ഒരു ഹെവി ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെയാണ് കൂടുതലായിട്ടുണ്ടാവുക. കാരണം എന്താണ്, അവിടെ കൂടുതൽ ടെക്നിക്കൽ സ്കില്ല്, അതിനായിട്ടുള്ള മറ്റ് കോമ്പിറ്റൻസീസ് ഒക്കെ എംപ്ലോയീസിന് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹെവിലി ഉണ്ടാവുക മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഏരിയയിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ കൂടുതലുണ്ടാവുക. അപ്പോൾ ഈ ഒരു കേസിൽ ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു മില്ല്, ഒരു ടെക്സ്റ്റൈൽ മില്ല് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇൻസൈഡ് തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അതായത് സ്പിന്നിങ് എന്നുള്ളൊരു ഒരു പ്രോസസ്സാണ്, വേവിങ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും, അതുകൊണ്ട് ഒരു പ്രോസസ്സാണ്. ഡൈയിങ് മറ്റൊരു പ്രോസസ്സാണ്, അതിനൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. പാക്കേജിങ് അത് മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പം ഇങ്ങനെ ഈ ഒരു ഇൻസൈഡ് ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിൽ തന്നെ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റൈസേഷൻ ബൈ പ്രോസസ് ഓർ എക്യുപ്മെന്റ് എന്ന് പറയാം. അതായത് ഇത് ഹെവിലി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലുണ്ടാവും, ഒരുപാട് പ്രോസസ് ഉള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. ഇപ്പം നമ്മളെ ടോട്ടൽ ബിസിനസ് ഒരു മില്ല് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മളെ മില്ലിൻ്റെ ഉള്ളിൽ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. സ്പിന്നിങ് ഡിപ്പാർട്ട്മെന്റ് അതാണ് ക്ലോത്തിങ്ങിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്, പിന്നെ വേവിങ് ഡിപ്പാർട്ട്മെന്റ് അത് സെക്കൻഡ് പ്രോസസ്സ്, പിന്നെ ഡൈയിങ് ഡിപ്പാർട്ട്മെന്റ് അത് അടുത്ത പ്രോസസ്സ്, പാക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് അത് മറ്റൊരു പ്രോസസ്സ്. ഇങ്ങനെ ഓരോ പ്രോസസ്സിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഡിപ്പാർട്ട്മെന്റൈസേഷൻ ബൈ പ്രോസസ് ഓർ എക്യുപ്മെന്റ് എന്ന് പറയാം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഹൈ ടെക്നിക്കൽ സ്പെഷ്യലൈസേഷൻ ആണ്. ഈ ഒരു ഇങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ടെക്നിക്കലായിട്ട് കമ്പനിക്ക് നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ ഈ സ്പിന്നിങ് എന്നുള്ള ടെക്നോളജിയിലായിരിക്കില്ല ചിലപ്പോൾ വീവിങ് എന്നുള്ള ടെക്നോളജി അല്ലെങ്കിൽ പാക്കിംഗ് ടെക്നോളജി വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പിന്നിങ് എന്നുള്ള ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്ത ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പിന്നിങ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടെക്നോളജിക്കൽ എക്സലൻസ് അവിടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെന്ത് ചെയ്യും, അൺനെസസറി ഡ്യൂപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മെഷീൻ മെയിൻ്റനൻസ് നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും. കാരണം എന്താണ്, ഓരോ മെഷീനും ഓപ്പറേറ്റ് ചെയ്യുന്നത് അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഓരോ മെഷീനും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജസ്? ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം എന്താണ്, അത് ക്രിയേറ്റഡ് ഡിപ്പെൻഡൻസി ബോട്ടിൽ നെക്ക്. അതായത് ഈ ഒരു കേസിൽ തന്നെ എടുക്കാം, ഇപ്പോൾ സ്പിന്നിങ് എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ, വേവിംഗ് എന്നുള്ള പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വേവിംഗ് എന്നുള്ള പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡൈയിങ് എന്നുള്ള പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഡൈയിങ് എന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് പാക്കേജിംഗ് എന്നുള്ള പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബോട്ടിൽ നെക്ക് ഉണ്ടാവും. ഒരു ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നെക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഇതിൻ്റെ ഫംഗ്ഷൻ സ്റ്റോപ്പായി കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിൻ്റെയും ഫംഗ്ഷൻ അത് ബാധിക്കാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് എന്താണ് ഡിപ്പാർട്ട്മെന്റൈസേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റൈസേഷൻ മെത്തേഡ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് അതിൻ്റെ ബേസ് ഡിപ്പാർട്ട്മെന്റൈസേഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തൊക്കെ ബേസിസിലാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റൈസേഷൻ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഒന്ന് സ്പെഷ്യലൈസേഷൻ ആണ്. അതായത് ഒരു ടെക്നിക്കൽ സ്കില്ല് ആവശ്യമുള്ള ജോബാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ മാക്സിമം ടെക്നോളജിക്കൽ എഫിഷ്യൻസി മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക ഡിപ്പാർട്ട്മെന്റൈസേഷൻ ചൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ബിസിനസ്സാണ് ചെയ്യുന്നത്. ആ ഒരു ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെക്നോളജിക്കൽ സ്കില്ല് വളരെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണെങ്കിൽ നമുക്ക് ടെക്നോളജിക്കൽ ബേസ്ഡ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ബേസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഒരു മില്ലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ സ്പിന്നിങ്ങിൻ്റെ, വേവിങ്ങിൻ്റെ,
പ്രിൻറ്റിങ്ങിൻ്റെ, പാക്കേജിങ്ങിൻ്റെ, ഇതൊക്കെ എന്താണ് സ്പെഷ്യലൈസ്ഡ് ജോബ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ള ജോബ്സ് ആണെങ്കിൽ ഈ സ്പെഷ്യലൈസേഷൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ എക്കണോമി, അതായത് ഇതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റും കൂടെ നോക്കണം. അതായത് നമ്മളൊരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഓവർ ഹെഡ് കോസ്റ്റ് ആഡ് ആവും, അതുപോലെ തന്നെ നമ്മളെ മാർജിന് കുറയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനഫിറ്റിനെക്കാട്ടും കുറവായിരിക്കണം നമുക്ക് അഡീഷണൽ വരുന്ന കോസ്റ്റ്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു 50,000 നമുക്ക് മന്ത്ലി അഡീഷണൽ എക്സ്പെൻസ് വരും. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റ് 1,00,000 മന്ത്ലി നമുക്ക് വരുന്നുണ്ടെങ്കിൽ എന്താണ് അത് മേക്കിംഗ് സെൻസ്, അതായത് ആ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ 1,00,000 രൂപ ചിലവുണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ് ആകെ 25,000 രൂപയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. പിന്നെ കീ ഏരിയാസ്, അതുപോലെ തന്നെ ചില കീ ഏരിയാസ് നമ്മൾ സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടി വരും. അത് ഫോർ എക്സാമ്പിൾ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ, ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, സ്പെസിഫിക് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ റവന്യൂ ജനറേഷൻ, ബിസിനസ്സിൽ ഏറ്റവും സസ്റ്റെയിൻ ചെയ്യണമെങ്കിലും ബിസിനസ് നിലനിൽക്കണമെങ്കിലും നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്തൊരു ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അടുത്താണ് മിനിമം കോൺഫ്ലിക്റ്റ്, അതായത് ഒരു ബിസിനസ്സിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് ആയിരിക്കണം എപ്പോഴും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് ബിസിനസ്സിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഏറ്റവും കുറവാകുന്ന രീതിയിൽ, കോർഡിനേഷൻ ഏറ്റവും കൂടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ കോർഡിനേഷൻ നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ കോർഡിനേഷൻ നടക്കുന്നുണ്ടെന്നുള്ള എൻഷുർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഡിപ്പാർട്ട്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ എഫക്റ്റീവ് കൺട്രോൾ, അപ്പോൾ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ റെസ്പോൺസിബിൾ പേഴ്സൺ ഉണ്ടായിരിക്കണം. ടോട്ടൽ ബിസിനസ് മാനേജ്മെൻറ്റിന്, ടോപ്പ് മാനേജ്മെൻറ്റിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അർത്ഥമുള്ളൂ. പിന്നെ ഹ്യൂമൻ ഫാക്ടേഴ്സ്, അതായത് ഇൻഫോർമൽ എംപ്ലോയീസ് നെറ്റ്വർക്ക് ഉണ്ടാവും, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, എംപ്ലോയി കരിയർ പാത്ത്, ഇതൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും നമ്മൾ ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യയിലൊക്കെ നമുക്ക് അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് ആക്കാൻ പറ്റും. കാരണം എന്താണ്, അവർ കൾച്ചറലായിട്ട് ഒരേ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, സെയിം ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ഹ്യൂമൻ ഫാക്ടേഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഇനി ഫോം ഓഫ് അതോറിറ്റി ആൻഡ് റിലേഷൻഷിപ്പ്. ഇങ്ങനെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ബിസിനസ്സിൽ ക്രിയേറ്റ് ചെയ്തു. ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ടോട്ടൽ ബിസിനസ് ആക്ടിവിറ്റിനെ ഓരോ ചെറിയ ചെറിയ സ്പെസിഫിക് ടാസ്ക് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ എന്ന് പറയാം. ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, പിന്നെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി സെറ്റ് ചെയ്യണം. അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്തു, ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതോറിറ്റി എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതിൻ്റെ ഉള്ളിൽ അതോറിറ്റി എന്താണ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്ത് ബിസിനസ്സിന് എന്താണ് കൺട്രോൾ ഉള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതിനാണ് നമ്മൾ അതോറിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയാം. മെയിനായിട്ട് 3 ഫോമാണുള്ളത്. ഒന്ന് ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് സ്ട്രക്ചറൽ ഫോം, അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് അതോറിറ്റി വന്നുകൊണ്ടിരിക്കും. അതായത് ഏറ്റവും മുകളിലുള്ള ആൾക്ക്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർക്കും കൂടുതൽ അതോറിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക. മാർക്കറ്റിംഗ് ഹെഡ് അയാളാണ് ബിസിനസ്സിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഹെഡ്. അയാൾക്ക് മാർക്കറ്റിങ്ങിൽ അയാളായിരിക്കും ഏറ്റവും ടോപ്പ്. അപ്പോൾ അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അതോറിറ്റി ഉണ്ടാവുക. ഇനി അയാളെ താഴെ മാർക്കറ്റിംഗ് മാനേജേഴ്സ് എ, മാർക്കറ്റിംഗ് മാനേജർ ബി, അവരെ താഴെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്, അവരെ താഴെ മാർക്കറ്റിംഗ് സ്റ്റാഫ്സ്. ഇങ്ങനെ ഒരു സ്ട്രക്ചറാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതോറിറ്റി ഉണ്ടാവുക ഈ ടോപ്പിലുള്ള മാർക്കറ്റിംഗ് ഹെഡിനായിരിക്കും. അതിനെക്കാട്ടും കുറച്ച് അതോറിറ്റി ഉണ്ടാവുക മാർക്കറ്റിംഗ് മാനേജേഴ്സിനായിരിക്കും. പിന്നെ അതോറിറ്റി ഉണ്ടാവുക മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനായിരിക്കും. പിന്നെ മാർക്കറ്റിംഗ് സ്റ്റാഫിനായിരിക്കും അടുത്ത അതോറിറ്റി ഉണ്ടാവുക. ഇങ്ങനെ ലൈൻ ഓർഗനൈസേഷന് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് അതോറിറ്റി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കേസ് തന്നെ എടുക്കാം. ഇപ്പോൾ മാർക്കറ്റിംഗ് ഏറ്റവും താഴെയുള്ള ആൾക്കാർ, മാർക്കറ്റിംഗ് സ്റ്റാഫ്സ്, അവർ റിപ്പോർട്ട് ചെയ്യുക മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനായിരിക്കും. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് അവർ റിപ്പോർട്ട് ചെയ്യുക മാർക്കറ്റിംഗ് മാനേജേഴ്സിനായിരിക്കും. മാർക്കറ്റിംഗ് മാനേജേഴ്സ് റിപ്പോർട്ട് ചെയ്യുക മാർക്കറ്റിംഗ് ഹെഡിനായിരിക്കും. ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും ഈ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അതോറിറ്റി സ്പ്രെഡ് ആയിട്ട് കിടക്കുക. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്താണ്? സിമ്പിൾ ടു റണ്ണ്, അതായത് ഈ ഒരു അതോറിറ്റി
റൺ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ക്ലിയർ റെസ്പോൺസിബിലിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റി ഓരോരുത്തർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഹയർ വർക്ക് പ്ലേസ് ഡിസിപ്ലിൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ മേലിലും ഓരോരുത്തരും ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഓരോരുത്തരും താഴെ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ വളരെ സ്ട്രക്ചറായിട്ട് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഷിഫ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസിഷൻ ഈ മാർക്കറ്റിംഗ് ഹെഡ് ആയിരിക്കും ഏറ്റവും ടോപ്പ് ഡിസിഷൻ മേക്കർ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റും. പിന്നെ പോലെ തന്നെ ഇതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് നോളേജ് ഉള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നാൽ ഈ ഒരു സ്ട്രക്ചറിൽ ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. കാരണം എന്താണ്, അയാൾക്ക് അത്ര ആ ഒരു മാർക്കറ്റിംഗ് എന്നുള്ള ഏരിയയിൽ മാത്രമാണ് അയാൾക്ക് നോളജ് ഉള്ളത്. എന്നാൽ മറ്റൊരു ഏരിയയിലും അല്ലെങ്കിൽ മറ്റൊരു ഏരിയയായിട്ട് റിലേറ്റഡ് ഡിസിഷൻ എടുക്കണമെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ അത്ര എടുത്തോളന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ മാനേജേഴ്സ്, ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഓവർലോഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ എല്ലാവരെയും അൾട്ടിമേറ്റ് റിപ്പോർട്ടിംഗ് വരുന്നത് ടോപ്പ് മാനേജ്മെന്റിനാണ് അല്ലെങ്കിൽ ടോപ്പ് ഹെഡ് ഓഫ് മാർക്കറ്റിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വർക്ക് ഓവർലോഡ് വരാനും അവർക്ക് ഒരുപാട് പേപ്പർ വർക്ക് വരാനൊക്കെ ഇതിൽ ചാൻസ് ഉണ്ട്. ഇതാണ് ലൈൻ ഓർഗനൈസേഷൻ. പിന്നെ അടുത്തത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഈ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരു എക്സ്പേർട്ടുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രൊഡക്ഷൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ സെയിൽസ് എക്സ്പേർട്ട് അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ, ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, HR ട്രെയിനർ, ഇങ്ങനെ ഓരോ മറ്റ് ഫംഗ്ഷനിലെ എക്സ്പേർട്ടും കൂടെ ഈ ഒരു സ്കോളാറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജർ ഒരു മാർക്കറ്റിംഗ് തീരുമാനം എടുക്കുകയാണ്. അതിൽ ലീഗലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ലീഗൽ അഡ്വൈസറും കൂടെ ആ ഒരു ഡിസിഷന്റെ ഭാഗമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരും കൂടെ അഡ്വൈസ് ഈ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യും, മാർക്കറ്റിംഗ് മാനേജേഴ്സിന് കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മറ്റൊരു പുതിയ രാജ്യത്തേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു ടെറിട്ടറിക്ക്. അപ്പോൾ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് റിലേറ്റഡ് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസിനോ എന്തെങ്കിലും റിക്വയർമെന്റോ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് എന്ത് ചെയ്യും, ഈ ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സ്പെഷ്യലിസ്റ്റ് ഈ ഒരു മാർക്കറ്റിംഗ് മാനേജർക്ക് കൊടുക്കും. അവിടെ ഒരു എക്സ്പേർട്ട് ഗൈഡും കൂടെ എക്സ്പേർട്ടും കൂടെ ഈ ഒരു സ്ട്രക്ചറിലേക്ക് ആഡ് ആവുകയാണത്. അതുകൊണ്ട് തന്നെ ലൈൻ മാനേജേഴ്സിന് തന്നെ ആയിരിക്കും, മാർക്കറ്റിംഗ് ഹെഡിന് തന്നെ ആയിരിക്കും അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി അതോറിറ്റി ഉള്ളത്. പക്ഷെ എന്ത് ചെയ്യും, ആ മാർക്കറ്റിംഗ് ഹെഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മറ്റു ആൾക്കാരും കൂടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കും. അത്രയുള്ള വ്യത്യാസം. പക്ഷെ ഈ ഒരു കേസിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ലീഗൽ ഹെഡിന് ഒരു അഭിപ്രായവും എന്നാൽ മാർക്കറ്റിംഗ് ഹെഡിന് മറ്റൊരു അഭിപ്രായമാണെങ്കിൽ ഈ ഒരു മോഡലിൽ കോൺഫ്ലിക്റ്റ്, അവർ തമ്മിൽ എന്ത് ചെയ്യും, അഭിപ്രായ വ്യത്യാസങ്ങളും കോൺഫ്ലിക്റ്റും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സക്സസ് ആയി കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ എന്ത് ചെയ്യും, ഈ ഒരു കേസിൽ ലീഗൽ അഡ്വൈസറും വരാൻ ചാൻസ് ഉണ്ട്, എന്നാൽ മാർക്കറ്റിംഗ് ഹെഡ്, ഇത് രണ്ടും വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഒരു ഫെയിലിയർ വന്നാലോ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് ഫെയിൽ ആയി കഴിഞ്ഞാലും എന്ത് ചെയ്യും, മാർക്കറ്റിംഗ് മാനേജർക്ക് പറയാൻ പറ്റും ഇത് ലീഗൽ അഡ്വൈസറെ പ്രോബ്ലം ആണ്, എന്നാൽ ലീഗൽ അഡ്വൈസർക്ക് പറയാൻ പറ്റും ഇത് മാർക്കറ്റിംഗ് മാനേജറെ പ്രോബ്ലം ആണ്. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഈ ഒരു മോഡലുണ്ട്. പിന്നെ അടുത്തൊരു മെത്തേഡാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്സിൽ ഒരേ കാറ്റഗറിയിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ എക്സിക്യൂട്ടീവ്സ് ഒരുപാടുണ്ട്, ജനറൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. അവരുടെ മുകളിൽ ഫോർ എക്സാമ്പിൾ സെയിൽസ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, സെയിൽസിന് ഒരു മാനേജർ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷന് മറ്റൊരു മാനേജർ ഉണ്ട്. ഇവർ രണ്ടുപേരും അണ്ടറിൽ കുറച്ച് ജനറൽ വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു കേസിൽ എന്ത് ചെയ്യും, ഈ രണ്ട് മാനേജേഴ്സിന് എന്ത് ചെയ്യും, ഈ വർക്കേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ വർക്കേഴ്സിൻ്റെ മുകളിൽ ഈ രണ്ട് മാനേജേഴ്സിനും അധികാരമുള്ളൊരു സിറ്റുവേഷനാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഫങ്ഷണൽ മാനേജേഴ്സിനും ഈ വർക്കേഴ്സിൻ്റെ മുകളിൽ അതോറിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ രണ്ട് രീതിയിലുള്ള കമാൻഡ് ഇവർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സെയിൽസ് മാനേജർ ഒരു കമാൻഡും എന്നാൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ മറ്റൊരു കമാൻഡും അല്ലെങ്കിൽ മറ്റൊരു ഡയറക്ഷനും ഈ എംപ്ലോയീസിന് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടെ അതിലുണ്ട്.
ഇനി ഇതിൻ്റെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് നോക്കാം. ഈ ഒരു അതോറിറ്റി മെട്രിക്സിൻ്റെ ഒന്നാമത്തെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ലൈൻ ഓർഗനൈസേഷനും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനാണ്. ലൈൻ ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു ഒറ്റ സ്ട്രക്ചറേ ഉള്ളൂ. അവിടെ ഹെഡ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഹെഡ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരിക്കും അവിടെ ലീഡ് ചെയ്യുന്നത്. എന്നാൽ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ഹെഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഫങ്ഷണൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു എക്സ്പേർട്ടും കൂടെ ആ ഒരു പിക്ചറിൽ വരും. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഒന്ന് സ്ട്രക്ചർ എന്താണ്? വെർട്ടിക്കൽ കമാൻഡ് മാത്രമായിരിക്കും, കമാൻഡ് മുകളിൽ നിന്ന് അടിയിലേക്ക് വരും ലൈൻ ഓർഗനൈസേഷനിൽ. എന്നാൽ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഈ വെർട്ടിക്കൽ കമാൻഡിൻ്റെ കൂടെ ഒരു സ്പെഷ്യലൈസ്ഡ് അഡ്വൈസറും കൂടി ഈ ഒരു സ്ട്രക്ചറിൽ വരും. പിന്നെ അടുത്തത് സ്പെഷ്യലൈസേഷൻ. ഇതിൽ ഈ ലൈൻ ഓർഗനൈസേഷനിൽ നോർമലി സ്പെഷ്യലൈസേഷൻ ഒന്നും ഉണ്ടാവില്ല. ജനറൽ മാനേജറിനായിരിക്കും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാൽ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ സ്പെസിഫിക് ആയിട്ട് സ്പെഷ്യലിസ്റ്റ് കമ്പനിയിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അയാളും കൂടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫ്രിക്ഷൻ റിസ്ക്, അതായത് രണ്ട് മാനേജേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസ് ഒന്ന് ലൈൻ ഓർഗനൈസേഷനിൽ വളരെ കുറവാണ്. കാരണം ഒരാൾക്ക് തന്നെയാണ് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. എന്നാൽ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ വളരെ കൂടുതലാണ്. കാരണം അവിടെ രണ്ടുപേർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ, ഈ രണ്ട് മാനേജേഴ്സും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വരാനും കോൺഫ്ലിക്റ്റ് വരാനും ചാൻസ് കൂടുതലുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു ബിസിനസ് സ്യൂട്ടബിലിറ്റി, നോർമലി ചെറിയ ബിസിനസ് ആണെങ്കിൽ ലൈൻ ഓർഗനൈസേഷനാണ് ഏറ്റവും നല്ലത്. എന്നാൽ മാസീവ് കോംപ്ലക്സ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ എന്താണ് കമാൻഡ് ഫ്ലോ വരുന്നത്? വെർട്ടിക്കൽ ഫോളോ ദ സ്കാറ്റർ ലൈൻ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡിൽ നിന്ന് താഴേക്കാണ് കമാൻഡ് ഡയറക്ഷൻ വരിക. എന്നാൽ ഫങ്ഷണലാവുമ്പോൾ ഫങ്ഷണൽ ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യും? അടുത്ത കമ്പാരിസൺ നോക്കാം. ഒന്ന് ലൈൻ ഓർഗനൈസേഷനും ഫങ്ഷണൽ ഓർഗനൈസേഷനും. ലൈൻ ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് കമാൻഡ് ഫോളോ ചെയ്യുക. എന്നാൽ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ ഡയഗണൽ ഫങ്ഷണൽ അക്രോസ് ഡിപ്പാർട്ട്മെന്റൽ ബൗണ്ടറീസ്. ഈ ഒരു ഓർഗനൈസേഷനിൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഓരോ എംപ്ലോയീസിനും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ പറഞ്ഞു ഒരു സെയിൽസ് മാനേജർ ഉണ്ട്, ഒരു ഡിസ്ട്രിബ്യൂഷൻ മാനേജർ ഉണ്ട്. അവർ രണ്ടുപേരും അണ്ടറിൽ കുറച്ച് എംപ്ലോയീസ് ഉണ്ട്. ഈ എംപ്ലോയീസിനെ ഡിപ്പാർട്ട്മെന്റൽ ബൗണ്ടറിയിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് സ്പെസിഫിക് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഒന്നും അലോക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പം എന്ത് ചെയ്യും? ഈ രണ്ട് മാനേജേഴ്സിനും ഈ എംപ്ലോയീസിന് കമാൻഡ് കൊടുക്കാനും അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലുള്ള കമാൻഡുകൾ വരാൻ ഈ എംപ്ലോയീസിൻ്റെ ഇടയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് ലൈൻ ഓർഗനൈസേഷൻ, യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മൾ പറഞ്ഞു മാനേജ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താ യൂണിറ്റി ഓഫ് കമാൻഡ്? ഒരു എംപ്ലോയിക്ക് ഒരു മാനേജർ മാത്രമേ കമാൻഡ് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഈ ലൈൻ ഓർഗനൈസേഷനിൽ യൂണിറ്റി ഓഫ് കമാൻഡ് 100% ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ യൂണിറ്റി ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം അത് ഫോളോ ചെയ്യുന്നില്ല. ഇനി ഡിസിപ്ലിൻ, ഒരു എംപ്ലോയി ഡിസിപ്ലിൻ നോക്കിക്കഴിഞ്ഞാൽ ലൈൻ ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഓരോ എംപ്ലോയിയും ആർക്കാണ് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓരോ എംപ്ലോയീസിനും അറിയാം, ഓരോ മാനേജേഴ്സിനും അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ഡിസിപ്ലിൻ കൂടുതലായിരിക്കും. എന്നാൽ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ കുറവായിരിക്കും. കാരണം എന്താണ്? ഈ എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ കോൺഫ്ലിക്റ്റ് വരാനും, ഞാൻ ഇന്ന ആൾക്കാണ് ഇന്ന മാനേജർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും ഇന്ന മാനേജേഴ്സിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന രണ്ട് രീതിയിൽ റിപ്പോർട്ടിംഗ് മാനേജർ വന്നുകൊണ്ട് തന്നെ അവിടെ ഡിസിപ്ലിന് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മാനേജർ പ്രൊഫൈല്, ലൈൻ ഓർഗനൈസേഷനിൽ ജനറൽ മാനേജേഴ്സ് ആയിരിക്കും നോർമലി, എല്ലാ ഫംഗ്ഷനും ഹാൻഡിൽ ചെയ്യുന്ന മാനേജേഴ്സ് ആയിരിക്കും നോർമലി ലൈൻ ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. എന്നാൽ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ ഓരോ ഫംഗ്ഷനും ഓരോ സ്പെസിഫിക് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ആ മാനേജേഴ്സിന് അണ്ടറിലായിരിക്കും ബാക്കി എംപ്ലോയീസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് ഒരു സിംഗിൾ ഡൊമൈനിൽ മാത്രം ടെക്നിക്കലായിട്ട് ഫോക്കസ് ചെയ്യുന്ന മാനേജേഴ്സ് ആയിരിക്കും ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സമ്മറി നോക്കാം. ഒന്ന് ഡിപ്പാർട്ട്മെന്റൈസേഷൻ എന്താണ്? ഒരു ബിസിനസ്സിലെ കംപ്ലീറ്റ് ഹോൾ ആക്ടിവിറ്റീസിനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തരംതിരിക്കുന്നതിനാണ് ഡിപ്പാർട്ട്മെന്റൈസേഷൻ എന്ന് പറയാം. ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഒന്ന് സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ടാണ്, അക്കൗണ്ടബിലിറ്റി, ക്ലിയർ ബഡ്ജറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെന്റൈസേഷൻ ചെയ്യുന്നത്. പിന്നെന്താണ്? കോമ്പോസിറ്റ് സ്ട്രക്ചർ.
അതായത് എന്തിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ചെയ്യാൻ പറ്റും, ഫംഗ്ഷൻ്റെ ബേസിൽ ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റിൻ്റെ ബേസിൽ ചെയ്യാൻ പറ്റും, ടെറിട്ടറിൻ്റെ ബേസിൽ ചെയ്യാൻ പറ്റും, കസ്റ്റമർ ബേസിൽ ചെയ്യാൻ പറ്റും, പ്രോസസ്സിൻ്റെ ബേസിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ ബേസിലും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു മോഡേൺ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒന്നിനെ മാത്രം റിലേ ചെയ്യാതെ ഇതിലേതെങ്കിലും രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഈ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് നോർമലി മോഡേൺ ബിസിനസ്സുകൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ലൈൻ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, നമ്മളെ കമാൻഡ് ടോട്ടൽ മുകളിൽ നിന്ന് താഴേക്ക് ഫ്ലോ ചെയ്യുന്നതിനാണ് ലൈൻ സ്ട്രക്ചർ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവിടെ ഡിസിഷൻ മേക്കിംഗ് ഫാസ്റ്റ് ആയിരിക്കും, കൂടുതൽ ഡിസിപ്ലിൻഡ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ഈ മാനേജേഴ്സിൻ്റെ വർക്ക് ലോഡ് കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ഫങ്ഷണൽ സ്ട്രക്ചർ ഡൈനാമിക്സ്, അതായത് ഡെവലപ്ഡ് ബൈ FW ടൈലർ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഫംഗ്ഷനും ഒരു സ്പെഷ്യലിസ്റ്റ് ഹെഡ് ഉണ്ടാവും, ഫങ്ഷണൽ ഹെഡ് ഉണ്ടാവും. പിന്നെ ടോട്ടലായിട്ട് എന്ത് ചെയ്യും, കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഓരോ ഫംഗ്ഷൻ ഹെഡിനും ഈ ഓരോ സ്റ്റാഫിൻ്റെ മുകളിലും അതോറിറ്റി പവർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചർ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇത് എന്താണ് മൾട്ടിപ്പിൾ സ്പെഷ്യലൈസ്ഡ് ബോസിന് സെയിം സബോർഡിനേറ്റ്, അതായത് സെയിം സബോർഡിനേറ്റിന് തന്നെ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബോസിന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിന് ഡയറക്റ്റ് ഓർഡർ കൊടുക്കാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ് ഇതിൽ. ഇതെന്താണ്, ഹൈ ടെക്നിക്കൽ കൺട്രോളാണ്. ടെക്നിക്കൽ കൺട്രോൾ കൂടുതലായിരിക്കും ഈ ഒരു സ്ട്രക്ചറിൽ. എന്നാൽ സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി ഈ ഒരു സ്ട്രക്ചറിൽ വളരെ കൂടുതലായിരിക്കും. ഇൻക്രീസിങ് സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി, ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി ഈ ഒരു കേസിൽ ഈ ഒരു സ്ട്രക്ചറൽ മോഡലിൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.